الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ MP മൊയ്തീൻ സാഹിബ്, അതുപോലെ വേദിയിലിരിക്കുന്ന പ്രിയങ്കരായ സുഹൃത്തുക്കളും നേതാക്കളുമായ നൗഷാദ് മല്ലിശ്ശേരി, മുജീബ് കാടേരി, മുസ്തഫ, MT അലി, MP അക്ബർ, നവാഫ് കള്ളിയത്ത്, നസീം കാടപ്പടി, അതുപോലെ ഇതിൻ്റെ സംഘാടകരായ അബ്ദുൽ ഷുക്കൂർ, അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ സുഹൃത്ത് സലാം, ഈ ധന്യമായ വിജയാഹ്ലാദ പ്രകടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിൽ സംഗമിച്ചിട്ടുള്ള നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായ അംഗങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. ഇവിടെ ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നേരത്തെ തുടങ്ങിയ ചടങ്ങാണ്. ഈ പരിപാടിയിൽ എത്തിപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗ് തൊട്ടതൊക്കെ പൊന്നാക്കുകയാണ്. ലീഗ് ഏത് കൈകാര്യം ചെയ്താലും അതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ലീഗ് ഫേസ്ബുക്ക് കൈകാര്യം ചെയ്തപ്പോഴും അവിടെ നന്മയാണ് വന്നത്. എത്രയോ ആളുകൾ ഒരു പണിയുമില്ലാതെ, പരേൽക്ക് ഉപകാരമില്ല, നാട്ടുകാർക്ക് ഉപകാരമില്ലാതെ ഫേസ്ബുക്കും അങ്ങനെ പെറ്റുകിടന്നിട്ട് അവരെ 90 കൂട്ടിക്കൊണ്ടായാലും പോകാത്തൊരു ഗതിയിൽ അങ്ങനെ അടഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ ഒരു വലിയ മാതൃകയാണ്. ആർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾ? ഞാൻ അറിഞ്ഞുകൊണ്ടാ പറയുന്നത്. തൊട്ടതൊക്കെ മുസ്ലിം ലീഗിന്റെ മക്കൾ പൊന്നാക്കുകയാണ്. ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ബൈത്തുറഹ്മാൻ പലരും നൽകുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ ബൈത്തുറഹ്മുണ്ട്, MSFന്റെ ബൈത്തുറഹ്മുണ്ട്, KMCCകളുടെ ബൈത്തുറഹ്മകളുണ്ട്. നിങ്ങൾ ആലോചിക്കണം, അതിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ബൈത്തുറഹ്മാൻ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്ന സാധുക്കളായ ആളുകളുടെ നാണയത്തുട്ടുകളിൽ ഉയർന്നു വന്ന ബൈത്തുറഹ്മാൻ. അത് കഴിഞ്ഞാൽ എനിക്ക് അഭിമാനം തോന്നുന്നു, പൂക്കോട്ടൂരിൽ ഇന്ന് നടക്കുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ നടന്ന ഈ ബൈത്തുറഹ്മാൻ ചടങ്ങാണ് എന്ന് പറയുന്നതിൽ മുസ്ലിം ലീഗിന്റെ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ അതിയായ സന്തോഷമുണ്ട്. അവിടെയാണ് മുസ്ലിം ലീഗ് രാജ്യത്തെ എന്തെങ്കിലും കൈകാര്യം ചെയ്യുമ്പോഴേക്ക് ഹാലിളകുന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ മന്ത്രി 4-5 ബേജാറായി ഈ രാജ്യത്തെ അണ്ണാക്ക് പൊളിച്ച് പുരപ്പുറത്ത് കയറി കൂവിയ ആളുകൾ 2ൽ നിന്ന് 86, 86ൽ നിന്ന് 100ൽ പരവും, പിന്നെ പ്രതിപക്ഷ നേതാവും, പിന്നെ ഇടക്കാല ഗവൺമെന്റുകളും ഉണ്ടാക്കിയ ഒരു കൂട്ടരത ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കാൻ വന്നിരിക്കുന്നു. ബാഫക്കിത്തങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് ബാഫക്കിത്തങ്ങളോട് കൂട്ടുകൂടിയ ഇടതുപക്ഷത്തിനറിയാം. പൂക്കോയത്തങ്ങളുടെ ശൈലി എന്താണ് എന്ന് ഇടതുപക്ഷത്തിനറിയാം. പാണക്കാട്ടേന്റെ മുത്ത് ശിഹാബ് തങ്ങളുടെ ലൈൻ എന്താണ് എന്ന് ഇടതുപക്ഷത്തിനറിയാം. CHനോടൊപ്പം അധികാരത്തിലും പൊതുപ്രവർത്തനത്തിലും ഈ രാജ്യത്തെ വൻകിട രാഷ്ട്രീയ പാർട്ടികളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഞങ്ങളുടെ ശൈലി അറിയാം. ഞങ്ങൾ ഒളിപ്പോരാക്രമണം നടത്തുന്നവരല്ല. ഞങ്ങൾ ശത്രുക്കളോട് മാന്യമായി പെരുമാറുന്നവരാണ്. ഞങ്ങൾക്ക് നട്ടുച്ചക്കും നട്ടപ്പാതിരക്കും പറയാനുള്ളത് ഒന്നാണ് എന്ന് ബോധ്യമായിട്ടും ഞങ്ങളുടെ മന്ത്രിമാരുടെ എണ്ണം 4ൽ നിന്നൊന്ന് 5 ഹാലിളകിയവരെ സാക്ഷാൽ നരേന്ദ്രമോദി രാജ്യത്തിന്റെ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഒരച്യുതാനന്ദനെയും ഞങ്ങൾ കാണുന്നില്ല. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ഈ രാജ്യത്ത് എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾ നാടുവിടേണ്ടി വരും എന്ന് പറഞ്ഞ വില്ലാളി വീരന്മാർ ഈ നാട്ടിലുണ്ട്. നാടുവിടേണ്ടി വരുമോ? നമുക്ക് മഞ്ഞളാംകുഴി അലി മന്ത്രിയായപ്പോൾ ഒരാൾ പറഞ്ഞതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നാട് വിടണം എന്ന് പറഞ്ഞവർ നാട് ഭരിക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നാട് വിടണം എന്ന് പറഞ്ഞവർ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നിരിക്കുന്നു. എന്തേ ഇടതുപക്ഷ മുന്നണിയുടെ അച്യുതാനന്ദനെ അണ്ണാക്കിലെന്താണ് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. എന്തേ പിണറായി ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു? ഞങ്ങൾ ഈ രാജ്യത്ത് മുമ്പ് പറഞ്ഞ രാഷ്ട്രീയമല്ലേ ഇത്?
ഫാസിസത്തിനെതിരെ ജനശക്തി എന്ന് ഞങ്ങളുടെ മക്കൾ മുദ്രാവാക്യം വിളിക്കുമ്പോ ബോലോ ഭാരത് മാതാ കീ എന്ന് അദ്വാനി വിളിച്ചാൽ ജയ് എന്ന് വിളിക്കാൻ ഒരു അടൽ ബിഹാരി വാജ്പേയി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയുടെ പാർലമെന്റിൽ. അതാണ് മക്കളെ ഒറ്റയടിക്ക് 86 286 ബേജാറുണ്ടായില്ല. 4-5 ബേജാറായി. 286 ബേജാറായില്ല. 100-ൽ പരമായി ഇരുന്നിരുന്ന കസേരയിൽ പ്രതിപക്ഷ നേതാവായി LK അദ്വാനി വന്നിരുന്നു. ബേജാറ് കാണിച്ചില്ല. പക്ഷേ രാജ്യം ഭരിച്ചു, വഖഫ് ബോർഡ് കൈകാര്യം ചെയ്തു, രാജ്യത്തിന്റെ മദ്രസാ സംവിധാനങ്ങൾ താറുമാറാക്കി. ന്യൂനപക്ഷത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്ത് മുസൽമാനോം കി ദോ ഹിന്ദുസ്ഥാൻ പാകിസ്ഥാൻ യാ ഖബറിസ്ഥാൻ എന്നുവരെ മുദ്രാവാക്യം വിളിച്ചുപോയി. പക്ഷേ ഈ ബേജാറൊന്നും അവരാരും കാണിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ഞങ്ങൾ ഈ രാജ്യത്ത് ചെയ്തത് നന്മയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CHനെ അറിയാം എല്ലാവർക്കും, ബാപ്പക്കുത്തങ്ങളെ അറിയാം എല്ലാവർക്കും, പൂക്കോയത്തങ്ങളെ അറിയാം എല്ലാവർക്കും. അവരുടെ മക്കളാണ് ഇന്ന് നാട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഞങ്ങളുടെ നേതാക്കൾ. നിങ്ങൾ വായിക്കണം, അഹമ്മദ് സാഹിബിന്റെ വിദേശ പര്യടനത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യാസ് വോയിസ് അറ്റ് ദ യുണൈറ്റഡ് നേഷൻസ് ത്രൂ ഇ അഹമ്മദ്. അഹമ്മദ് സാഹിബിലൂടെ ഐക്യരാഷ്ട്രസഭയിൽ ഇ അഹമ്മദിന്റെ ശബ്ദം, ഇന്ത്യയുടെ ശബ്ദം ഇ അഹമ്മദിലൂടെ ഐക്യരാഷ്ട്രസഭയിൽ. അതൊന്ന് വായിക്കണം. രാജ്യത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഹമ്മദ് സാഹിബ് നടത്തിയ ചില പ്രസംഗങ്ങളുടെ വരികളാണ്. എന്റെ ഉമ്മത്ത്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വരിയ മൈ പ്രൈം മിനിസ്റ്റർ, എന്റെ പ്രധാനമന്ത്രി. ഈ അഹമ്മദ് സാഹിബിന്റെ ഓരോ ശൈലിയും രാജ്യത്തിനും സമൂഹത്തിനും മാനവരാശിക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ ഫലസ്തീനികൾക്കടക്കം അദ്ദേഹം നടത്തിയ സേവനത്തിന്റെ ആകത്തുകയാണ് ഇവിടെ കിട്ടിയ ഭൂരിപക്ഷം. പൊന്നാനിയിലെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളെ ശത്രുക്കൾ പറയുന്നു നിങ്ങൾക്ക് അത്രയിലേ കിട്ടിയുള്ളൂ. പൊന്നാനിയിൽ ഞങ്ങൾ മത്സരായോടായിരുന്നു അറിയോ? ജനാധിപത്യം മത്സരിച്ചത് പണാധിപത്യത്തോടാണ്. അബ്ദുറഹിമാൻ യഥാർത്ഥത്തിൽ തോറ്റത് 25,416 വോട്ടിനല്ല, 17,25,410 വോട്ടിനാണ് അബ്ദുറഹിമാൻ തോറ്റത്. കപ്പും സ്വാസറുമായല്ലേ ഇടതുപക്ഷം വന്നത്. വോട്ടെണ്ണിയപ്പോ കപ്പ് ഈട്ടിക്കും സ്വാസർ അബ്ദുറഹിമാനും എന്ന പരുവത്തിലേക്ക് ഇടതുപക്ഷം തരം താണുപോയി. ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം പണം ചെലവഴിച്ചൊരു തെരഞ്ഞെടുപ്പുണ്ടായിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ AC കാറിൽ ആദ്യമായിട്ട് പോവുകയാണ്. ആ സാധുക്ക് ഗ്ലാസ് താട്ടിയിട്ട് ചിരിക്കുകയാണ്, തലട്ടിട്ട്. ഗ്ലാസ് പൊന്തിക്കണമെന്ന് കൂടി അറിയില്ല AC ഇടുമ്പോ. എന്താ കാര്യം? ആദ്യമായിട്ട് കാണുക. പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ ഇപ്പോഴേ പോയിട്ടുള്ളൂ. എന്താ കാര്യം? ഫുള്ളിന് ചെലവ് അബ്ദുറഹിമാന്റെ വക. മാഷിക്ക് പാട്ടിക്കും മൈദക്ക് പോലും കാശ് ചെലവാകാത്ത തെരഞ്ഞെടുപ്പായിരുന്നു പൊന്നാനിയിൽ. മൈദക്ക് പോലും കാശ് വേണ്ട, എല്ലാം അബ്ദുറഹിമാൻ. പട്ടുറുമാൽ അബ്ദുറഹിമാന്റെ വക, എല്ലാം അബ്ദുറഹിമാന്റെ വക. അങ്ങനെയായിരുന്നു. എന്നിട്ടോ ഓരോ പൂരകളിലും ചെന്ന് കാശ് കൊടുത്ത് ആളുകളോട് പറഞ്ഞു, ഞാൻ ജയിച്ചാൽ ഇതിന്റെ ഇരട്ടി. അങ്ങനെ പണാധിപത്യവും ജനാധിപത്യവുമായിരുന്നു അവിടെ നടന്ന മത്സരം. നിങ്ങൾ ആലോചിക്കണം, എന്തുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ പറയാൻ? കോർപ്പറേറ്റുകൾക്കെതിരെ ശബ്ദിക്കുന്നവരാണ് അവർ. ET നല്ലവനാണ്, ശ്രീരാമകൃഷ്ണൻ പറഞ്ഞതാണ്. ET നല്ലവനാണ്, പക്ഷേ ET പോകുന്നത് ആർക്ക് കൈപ്പൊക്കാനാ? കോർപ്പറേറ്റുകൾക്ക്. എന്നാൽ സ്ഥാനാർത്ഥി ആരാ? വലിയൊരു കോർപ്പറേറ്റാണ്. അവരുടെ സ്ഥാനാർത്ഥി തന്നെ അതാണ്. മറ്റൊരു പാർട്ടിയിൽ നിന്ന് ആളെ കടമെടുത്തിട്ട് വടകരയിലും കോഴിക്കോടും കണ്ണൂരിലുമൊക്കെ ഇദ്ദേഹത്തിന്റെ വകയായിരുന്നു. എന്നിട്ട് അവിടങ്ങളിലൊക്കെ എല്ലാ ജയവും സിദ്ധിയും പരിശോധിക്കാൻ പോവുകയാണ്. എല്ലാ ജയവും നിങ്ങൾ പരിശോധിക്കാൻ പോവുക, നിങ്ങൾക്ക് കിട്ടിയതൊക്കെ. ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെട്ട പല സ്ഥലങ്ങളിലും ആം ആദ്മി കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമായത് നമുക്കിങ്ങനെ എണ്ണിക്കാണിക്കാൻ സാധിക്കും. എന്നാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ പാർട്ടിയെ കൈയൊഴിഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം ഏറെ കണ്ടത്. ബംഗാളിൽ 2 ആളെ ജയിപ്പിക്കാൻ സാധിച്ചു. പിന്നെ എവിടെയാ? ഇവരാ പറഞ്ഞിരുന്നത് 3ാം മുന്നണി. ആ വർത്താനം അസ്ഥാനത്തായി BJPക്ക് ഗുണം ചെയ്തു. എന്റെ വീക്ഷണത്തിൽ ഈ ആം ആദ്മി നരേന്ദ്രമോദിയുടെ B ടീമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. നരേന്ദ്രമോദി നിന്ന് ഈ കെജ്രിവാളിന്റെ ആളുകൾ നിന്ന് എവിടെയൊക്കെ കോൺഗ്രസിനെതിരെ വർത്താനം പറഞ്ഞുവോ
അവിടങ്ങളിലൊക്കെ ജയിച്ചു വന്നതിൽ കൂടുതലും ബിജെപിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്കെതിരെ വലിയ ബടായി പറഞ്ഞ ആളുകളുണ്ടല്ലോ, എന്താ സ്ഥിതി? നിഷേധ വോട്ടുണ്ട്. എല്ലാവർക്കും അതൊന്നും ചെയ്യാം. പക്ഷേ പോയവരെ തിരിച്ചു വിളിക്കാൻ ഒരു വോട്ടില്ല. പോയവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരോട് മതി, നിർത്തിക്കാളി എന്ന് പറയാൻ ഒരു വോട്ടില്ല. ബിജെപി ഇന്ത്യ രാജ്യത്ത് വ്യക്തമായ അജണ്ട വെച്ചുകൊണ്ടാണ് രാജ്യത്ത് പ്രവർത്തിച്ചത് എന്നറിയാനിട്ടല്ല. ഇതിന്റെ അപകടത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ കണ്ടതെന്താ? ആം ആദ്മി ബിജെപിക്ക് അനുകൂലമായി പ്രചരണം നടത്തുന്നത് പോലെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിലുണ്ട് ആം ആദ്മി. ഏതാ? വേറൊരു കൂട്ടര് സമുദായത്തിന്റെ പേര് എന്റെ സ്നേഹിതൻ നൗഷാദ് മഞ്ചേശ്വരി ഇവിടെ പറഞ്ഞു നിർത്തിയതാണ്. അവരൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെ എളിയമ്മാന്റെയും മൂത്തമ്മാന്റെയും അമ്മായിന്റെയും വോട്ട് പ്രസാദാക്കിയിട്ട് ആർക്ക് വേണ്ടിയാ അധ്വാനിക്കുന്നത്? ഒരു ഊക്കിന് കിണറ്റിൽ ചാടിയാൽ പിറ്റത്തെ ഊക്കിന് കയറാൻ കഴിയില്ല. ഒറ്റക്കാണ് ബിജെപി അധികാരത്തിൽ. എൻഡിഎ മുന്നണി എന്ന വർത്താനം പിന്നീടാ പറയേണ്ടത്. ഒറ്റക്ക് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. ഒറ്റക്ക് അധികാരത്തിൽ വന്നാൽ കാശ്മീരിന്റെ പ്രത്യേക പദവി നേരത്തെ പറഞ്ഞതാണ്. ഒറ്റക്ക് അധികാരത്തിൽ വന്നാൽ സച്ചാർ കമ്മിറ്റിയുടെ കാര്യം കോടതിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് വരട്ടെ, ഇനി ഹജ്ജിന് പോകേണ്ട ആളുകൾ മുമ്പ് അഹമ്മദ് സാഹിബിനെ കണ്ട പോലെയാകില്ല ബിജെപി ഗവൺമെന്റിന്റെ കീഴിൽ കാണുന്നത്. മുമ്പ് സൗദി ഗവൺമെന്റ് ഇന്ത്യയോട് സ്വീകരിച്ച നിലപാടാകില്ല ഇനി വിദേശകാര്യ വകുപ്പ് അങ്ങോട്ട് സ്വീകരിക്കുന്നത്. രാജ്യമാണ് അവതാളത്തിലാകാൻ പോകുന്നത്. അപ്പൊ ചിലർ പറയും, ജനാധിപത്യത്തിലൂടെയല്ലേ, വകവെച്ചു കൊടുക്കേണ്ടതല്ലേ? അതെ, ഹിറ്റ്ലറും ഇങ്ങനെ തന്നെയാ വന്നത്. ആദ്യം ഒരു പണിയെടുക്കൂല. ആദ്യമൊക്കെ നല്ല വർത്താനം പറയും. ആദ്യമൊക്കെ നല്ല ലൈറ്റുകളും റോഡുകളും സംവിധാനങ്ങളും ജലസേചന പദ്ധതികളൊക്കെ വരും. പിന്നെയാണ് അവനാന്റെ അജണ്ട വിദ്യാഭ്യാസ വകുപ്പിൽ തുടങ്ങും, പിന്നെ മതകാര്യ വകുപ്പിൽ തുടങ്ങും, പിന്നീട് ന്യൂനപക്ഷ ക്ഷേമത്തിൽ കൈയിടും. നിങ്ങൾ ആലോചിക്കണം, മോദിക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. എൽ.കെ. അദ്വാനിയെ പോലും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മോദി വരുന്നത് എന്ന് വ്യക്തമാണ്. ഇതിനെതിരെ വർത്താനം പറയാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ ആളുകൾ എങ്ങനെ നോക്കുമ്പോ ഇവിടെ എന്റെ സ്നേഹിതൻ നൗഷാദ് മഞ്ചേശ്വരി സൂചിപ്പിച്ച പോലെ നിറസാന്നിധ്യങ്ങളായി പരിചയ സമ്പത്തുള്ള ഏത് ഗവൺമെന്റ് വന്നാലും വിദേശത്തേക്ക് പറഞ്ഞയക്കുന്ന അഹമ്മദ് സാഹിബ്, അവരൊക്കെ വർത്താനം പറയാൻ ഇപ്പുറത്തുണ്ട് എന്നൊരു ബേജാറ് മറ്റുള്ളവർക്കുണ്ടാവും. എന്നാൽ ഇന്നസെന്റ് പോയിട്ട് എന്താക്കാനാ? മാറ്റിട്ട് പാട്ടി നിർത്തിയത് ആരെയാണ്? കുഴപ്പമില്ല, ഇന്നസെന്റിനെ ഞങ്ങൾ മാനിക്കുന്നു. അയാൾ കലാരംഗത്ത് ശോഭിക്കുന്നയാളാണ്. പക്ഷെ ഇന്ത്യയുടെ പാർലമെന്റിൽ അയാളുടെ നിലപാടെന്താ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായിക്ക് ഇനി നല്ലത് പാർട്ടി സെക്രട്ടറി സ്ഥാനം ദയവ് ചെയ്ത് മാമുഖയെ ഏൽപ്പിച്ച് ഇന്ദ്രൻസിനെ ഇടതുപക്ഷത്തിന്റെ കൺവീനറാക്കിയാൽ മനോഹരമായിരിക്കും എന്നാണ് സാന്ദർഭികമായി പറയുവാനുള്ളത്. നിങ്ങൾ ആലോചിക്കണം, ഇതൊരു തമാശയായിരുന്നു. ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു തമാശയായിരുന്നു. പൊന്നാനി ലേലം ചെയ്തു, എല്ലാം ലേലം ചെയ്തു. അപ്പൊ ഞങ്ങൾ ശത്രുക്കൾ പറഞ്ഞു, എന്നാലും ഭൂരിപക്ഷം കുറഞ്ഞില്ലേ? ഭൂരിപക്ഷം അവിടെ കുറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് എടുക്കപ്പെടാൻ ഇല്ലാണ്ടുണ്ട്. മലപ്പുറത്തുകാരെയോ ഇവിടുന്നാണ്ട് കുറച്ച് ഞങ്ങൾക്ക് കോട്ടയ്ക്ക് ഓടിക്കൊണ്ടുപോവാ. പൊന്നാനിയിൽ നിങ്ങൾ കാണിച്ച വിക്രിയകൾ ആളുകൾ കണ്ടതാണ്. ബിജെപി പോലും കേരളത്തിൽ തലയിട്ട് നോക്കുന്ന പരുവത്തിലേക്ക് വന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു കുലുക്കവുമില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അവർക്ക് ബിജെപി വരുന്നതിനെ കുറിച്ച് അഭിപ്രായമില്ല എന്നതിന്റെ തെളിവാണ്. നമ്മൾ ഇന്നും പത്രം വായിക്കുന്നു, ഇന്നലെയും ഇന്നും നമ്മൾ ചാനൽ കാണുന്നു. ഒരു ഇടതുപക്ഷക്കാരനും സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നല്ല ബടായി പറയാൻ വരുന്ന ഒരു ഇടതുപക്ഷക്കാരനും ബിജെപിയുടെ വരവിനെ കുറിച്ച് കാര്യമായി ഞങ്ങളുടെ 5ാം മന്ത്രി വന്നപ്പോ കാണിച്ച ആ വെപ്രാളൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ നിയ്യത്ത് എന്ന് വ്യക്തമാണ്. ബിജെപി വരും എന്നറിഞ്ഞിട്ടും അതിനെതിരെ മതേതര ചേരിക്ക് ബലം നൽകേണ്ടുന്ന ഒരു പരിപാടി പോലും നിങ്ങൾ ഏറ്റെടുത്തില്ല. അതാണ് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ? ഇവിടെ കണ്ടില്ലേ, ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ ബൈത്തുറഹ്മ മാത്രമല്ല, നമ്മൾ തൊട്ടതൊക്കെ പൊന്നെടുക്കുകയാണ്. മലപ്പുറത്തേക്ക് എന്ത് കൊടുത്താലും സാക്ഷരത കൊടുത്താൽ ഭംഗിയാക്കുക, ജനകീയാസൂത്രണം കൊടുത്താൽ ഭംഗിയാക്കുക, മലപ്പുറത്തേക്ക് യുവജനോത്സവം കൊടുത്തപ്പോൾ ഭംഗിയാക്കുക. എന്തിനാ?
ഫെഡറേഷൻ കപ്പ് കൊടുത്തപ്പോ കണ്ടില്ലേ? ഫെഡറേഷൻ കപ്പ് കൊടുത്ത സമയത്ത് പയ്യനാട് സ്റ്റേഡിയത്തിൽ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ 4 ഇരട്ടി പുറത്താണ്. അതേ സമയത്ത് തന്നെ കൊച്ചിയിലും ഫെഡറേഷൻ കപ്പ് നടക്കുകയാണ്. പക്ഷെ ഗ്യാലറിയിൽ പൂച്ച, ഇഞ്ചി മിഠായിയുടെ കച്ചവടക്കാരൻ. എവിടെയോ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്ന് മാത്രമല്ല, മോഹൻ ബഗാന്റെ അതേപോലെയുള്ള ഫെഡറേഷൻ കപ്പ് ടീമിന്റെ ആളുകൾക്ക് നമ്മളെ മക്കളെ കളി വല്യപ്പാരാണ്ട് കാണിച്ചു കൊടുത്തു. റിയാസിനോടും സമീറിനോടൊക്കെ ഹാഫ് ടൈമിന്റെ നേരത്ത് പന്തെടുത്തിട്ട് എന്റെ കളി എന്നാണ്ട് കാണിച്ചാണ്. പന്ത് ഇങ്ങനെ നിലത്ത് വീഴാതെ ആ കളി ഇങ്ങനെ കണ്ടിട്ട് മോഹൻ ബഗാന്റെ കളിക്കാരൊക്കെ ഹാഫ് ടൈമിന്റെ നേരത്തെ ഗ്യാസ് മറ്റേതുണ്ടല്ലോ സോഡ പൊട്ടിച്ചിട്ടായിരുത്ത ഗ്യാസ് കഴിഞ്ഞതിന്റെ ശേഷം ഇവരറിഞ്ഞത് ഇത് സോഡയെന്ന്. എന്തുകൊണ്ടാ ഇവരെ ഏൽപ്പിച്ചാൽ ഇവര് ഭംഗിയാക്കും. അതാണ് മലപ്പുറത്തിന്റെ മഹിമ. രാജ്യത്തിന്റെ കൂടെ നിന്നവരാണ് നമ്മൾ. ഈ രാജ്യത്ത് നന്മയെ വിളയിച്ചിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ ശത്രുക്കൾ പുതിയ രൂപത്തിലും ഭാവത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ബൈത്തുർ റഹ്മയെ പോലും കളിയാക്കിയിട്ട് തെരുവ് നാടകം കളിച്ചു എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ ശ്രീധരൻപിള്ള പോലും ബൈത്തുർ റഹ്മയെ കുറിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അത്രയേ പറയുന്നുള്ളൂ. അത് സംബന്ധമായി എന്താ ഇവരൊക്കെ ലാക്കാക്കുന്നത്? എന്താ ഇവരുടെ ലക്ഷ്യം? മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള മണ്ഡലത്തിൽ ബിജെപി മുന്നണിയിലേക്ക് ഒരാളെ പറഞ്ഞയച്ച കഥ നമുക്ക് ഓർമ്മയുണ്ട്. ലക്ഷദ്വീപ് മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലമാണ്. സ്ഥിരമായി ജയിച്ച PM സയ്യിദിന്റെ കുത്തകം അവസാനിപ്പിക്കാൻ PM സയ്യിദിനെതിരെ ഡോക്ടർ പൂക്കുഞ്ഞിക്കോയ എന്ന് പറയുന്ന ആളെ ലക്ഷദ്വീപിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. മാറ്റത്തിനായി ആഗ്രഹിച്ചു, മാറ്റത്തിനാണ്ട് വോട്ട് ചോദിച്ചു. അവസാനം എന്താ കിട്ടിയത്? ജയിച്ചു വന്നു. മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് PM സയ്യിദിനെ തോൽപ്പിച്ചു. നല്ലൊരു മനുഷ്യൻ, ഇത്ര മുത്തഖിയായ ഒരു മനുഷ്യൻ. തഹജ്ജുദ് നിസ്കാരത്തിന് പോലും എന്നെ വിളിച്ചുണർത്തണമെന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ പോലും അവസരമൊരുക്കാൻ പേഴ്സണൽ സ്റ്റാഫിനെ ഇശാറത്താക്കിയിരുന്ന സാക്ഷാൽ PM സയ്യിദ്. സമൂഹത്തിനും സമുദായത്തിനും ഹൈറേ ചെയ്തിട്ടുള്ളൂ. ആ PM സയ്യിദിനെ തോൽപ്പിക്കാൻ മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലത്തിൽ ശ്രമം നടത്തി, വിജയിച്ചു. അങ്ങനെ NDA മുന്നണിയിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു ലക്ഷദ്വീപിൽ. പിന്നീട് അതിന്റെ ദുരന്തം ലക്ഷദ്വീപുകാരാണ് അനുഭവിച്ചു. ബേപ്പൂര് കപ്പലിറങ്ങുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ മുഖം മാത്രം കണ്ടാ പോരാ, ചെക്കിങ്ങിന് മുഖം മാത്രം കണ്ടാ പോരാ. പർദ്ദാധാരികളായ സഹോദരിമാരോട് മോശമായ സമീപനം നടത്തിയപ്പോ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അന്ന് PM സയ്യിദിനെ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽപ്പന പ്രകാരം തോറ്റ PM സയ്യിദിനെ മന്ത്രിയാക്കി. ആ മന്ത്രിയായ ശേഷം നന്മ അവര് എന്താണ് എന്നറിഞ്ഞത്, രണ്ടിന്റെയും വ്യത്യാസം അവർ മനസ്സിലാക്കിയത്. BJP ഇന്ത്യ രാജ്യത്ത് ഭരണം ആരംഭിക്കുമ്പോ നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ചോദിക്കട്ടെ, സൈനബാന്റെ കക്ഷിക്ക് ഏക സിവിൽ കോഡ് വന്ന് എന്ന് പറഞ്ഞാൽ ഒരു വേഗാറില്ല. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ കാര്യത്തിൽ, ജനാസയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒറ്റ നിയമം, കല്യാണത്തിനും ഒരേ നിയമം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിൽ കുഴപ്പമില്ല, പക്ഷെ മതവിശ്വാസിക്ക് കുഴപ്പമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് കുഴപ്പമില്ല. കാരണം ശശികുമാർ മഞ്ഞളാംകുഴി അലിക്കെതിരെ മത്സരിച്ച ശശികുമാറിന്റെ ഭാര്യ ബദറുന്നീസയാണ്. ഒരു കുഴപ്പമില്ല. TA അഹമ്മദ് കബീറിന്റെ എതിരാളിയായ ഖദീജ, മൂത്ത മോൻ മുസ്ലിം കൂട്ടുന്നു, രണ്ടാമത്തെ മോൻ അമുസ്ലിം കൂട്ടുന്ന കല്യാണം കഴിച്ചത്. ആരെയും വെറുപ്പിച്ചിട്ടില്ല. ആലോചിക്കണം, നിങ്ങൾക്ക് ആളാണ്, നിങ്ങളുടെ ശറാഅത്താണ്, നിങ്ങളുടെ നിയമതാണ്. പക്ഷേ ഈ രാജ്യത്തിലെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അത് പോരാ. അവർക്ക് വിശ്വാസവും ഇതോടൊപ്പം രാജ്യത്ത് നിലനിന്ന് കാണണം എന്നാഗ്രഹിക്കുക. അതിന്റെ കൂടെ നിങ്ങൾ നിൽക്കാൻ തയ്യാറായില്ല. അതിനാണ് മലപ്പുറം ചുട്ട മറുപടി നൽകിയത്. ആ ചുറ്റുപാട്ടിക്ക് എന്തൊക്കെ ചെയ്യേണ്ടെന്ന സാധുക്കൾക്ക് ഒരു കൊടുത്തില്ല. സൈനബാനെ നിർത്തിയതിനെ പറ്റി ഹംസാഖാന്റെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ഒരു മറുപടി, സൈനബ എന്ന് പേര് കേൾക്കുമ്പോ മുസ്ലിം വോട്ടൊക്കെ കിട്ടും, സൈനബാന്റെ കോലം കാണുമ്പോ അല്ലാത്ത വോട്ടും കിട്ടും. എങ്ങനെ രണ്ടും കൂടി കിട്ടുക? ആ രണ്ടും കൂടിയുള്ള ശ്രമം ഇപ്പൊ കുറച്ചു കാലമായിട്ട് മാറ്റിയിട്ട് പാട്ടി ചെയ്യാൻ. ഞങ്ങൾക്ക് മതമുണ്ട്, മതഭ്രാന്തില്ല എന്ന് പ്രമേയം പാസാക്കുക, ഫ്ലക്സ് ബോർഡ് വെക്കുക,
എന്നാൽ പ്ലീനത്തിൽ ചർച്ച. മതപരമായ ആചാരങ്ങൾ വെടിയണം, മതപരമായ അടയാളങ്ങൾ ഉപയോഗിക്കരുത്. എന്നാൽ കുഞ്ഞനന്തൻ കട്ടിന്റെ ചോട്ടിയുന്നത് പറഞ്ഞിട്ടുണ്ട്. അവിടെ അങ്ങനെയാണ്. മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോവുക. എന്താ പാർട്ടിലാക്കാക്കുന്നത്? 2 തോണിയിൽ കാലിട്ട് ഒരേ സമയം മതവിശ്വാസികളെയും ഒരേ സമയം മതവിരുദ്ധരെയും കയ്യിലെടുക്കുക. അതിന്റെ പ്രതീകമായിരുന്നു സൈനബ. എന്തുണ്ടായി? മാർക്സിസ്റ്റ് പാർട്ടിക്ക് പാരമ്പര്യമായി കിട്ടിയ വോട്ട് പോലും ഇല്ലാതായിപ്പോയി. എന്താ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഒരു ശ്രദ്ധയിലേക്ക് പോകാൻ കാരണം? ഒരു നിശ്ചയമില്ല ഒന്നിനും. പിണറായി വിജയന് വ്യക്തമായൊരു ബോധമില്ല എന്തൊക്കെ ചെയ്യണ്ടേ. എന്റെ ഷുക്കൂറിന്റെ ദ്വാഴത്തിലൊരു പങ്കുണ്ട്, ഷുക്കൂറിന്റെ അമ്മാന്റെ ദ്വാഴ ഒരു പങ്കുണ്ട്. ആ കുടുംബത്തിന്റെ പ്രാർത്ഥന അതാ ഈ നാട് അനുഭവിക്കുന്നത്, അതാ ഈ നാട് അനുഭവിച്ചു തീർക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മേൽവിലാസം തന്നെ അസ്ഥാനത്തായിപ്പോയി. എന്നാൽ മുസ്ലിം ലീഗ് നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മളില്ലാത്തതിന്റെ കേട്, നമുക്ക് സ്വാധീനമില്ലാത്തതിന്റെ കേട് എല്ലാ പരമാണിമാരും ഒന്ന് അനുഭവിക്കേണ്ടതാണ്. ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ നേടുകയും ഇലക്ഷന്റെ സമയം വന്നാൽ സഹായിച്ചോരെ സഹായിക്കും, ദ്രോഹിച്ചോരെ ദ്രോഹിക്കും. ഓരോരുത്തരും ഓരോ കോണത്തിലാണ്. ഞങ്ങൾക്കിതിലൊരു വ്യക്തമായ നിലപാടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ദ്രോഹിച്ചോരെ ദ്രോഹിക്കും, അതാണ് അവരുടെ നിയമം. വേറെ ചില ആൾക്കാർ സഹായിച്ചോരെ സഹായിക്കും. എന്നാ ഞങ്ങളുടെ നിയമം എന്താ അറിയാം? ദ്രോഹിച്ചോനും സഹായിക്കും. അതാ ഞങ്ങളുടെ നിയമം. അതാ ഞങ്ങൾ ചെയ്തു പോകുന്നത്. അതിനാ CH സെന്ററിൽ ഒരു രോഗി കിടന്ന് വരുന്നതാണ്. അതാണ് അവിടുത്തെ വിജയം. ഇവിടുത്തെ വിജയം എന്താ അറിയാം? പലസ്തീന്റെ മക്കൾ വരുന്നിട്ടുണ്ട്. കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തുള്ളവർ ദുആ ചെയ്തിട്ടുണ്ട്. പൊന്നുമക്കളെ, നമ്മൾ യതീമാകും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാഹ് നെഞ്ചിലെ ഇടിപ്പ് തീരും വരെ ഈ പച്ചപ്പതാകയെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയെയും നമ്മൾ അനുവദിക്കില്ല. അതാണ് നമ്മൾ ഈ രാജ്യത്ത് ചെയ്തു പോന്നിട്ടുള്ള ഡ്യൂട്ടി. എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് നമ്മൾ കണ്ടത്. ഇനി ഓരോ വിഷയങ്ങളിലും കൈവെക്കുമ്പോ അതിനെതിരെ ശബ്ദിക്കാൻ, ഈ മൃഗീയ ഭൂരിപക്ഷമുള്ള കക്ഷിക്കെതിരെ വർത്തമാനം പറയാൻ അതിനും ഈ പറഞ്ഞയച്ച ആളുകളെ ഉള്ളൂ. എന്നാൽ ഞങ്ങൾക്കെതിരെ വലിയ പടായി പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. ഫലസ്തീൻ, അഹമ്മദ് ഇടപെടുക, പോസ്റ്റർ ഒട്ടിക്കുകയാണ്. വലിയ ചെലവില്ലല്ലോ, മൈദ തേച്ചാ പോലെ. എവിടെ നിന്നിട്ടാ പറയണത്? ഫലസ്തീൻ, അഹമ്മദ് ഇടപെടുകയാണ്. എടായിൽ നിന്നിട്ടാ ബടായി. ഞങ്ങൾ അങ്ങനെയല്ല. നിങ്ങളുണ്ട ഫാസിസത്തിനെതിരെ വർത്താനം കൊണ്ടോട്ടി അങ്ങാടിയല്ല. അഹമ്മദ് സാഹിബ് നരേന്ദ്രമോദിനെ ഇങ്ങനെ ഇരുത്തിയിട്ടാ സംസാരം. അതിന് ജയിച്ചു പോകണം. ഇവരെ ഉള്ളതും കുളമാക്കാനുള്ള ശ്രമം എല്ലാ സ്ഥലത്തും അതാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് തന്നെയാണ്. ആം ആദ്മി എവിടെങ്കിലും എത്തിയോ? ഇല്ല. അവരെ കൊണ്ട് എന്തേ കിട്ടിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പലയിടത്തും തോൽപ്പിക്കാൻ സാധിച്ചു, മതേതര ചേരിയെ തോൽപ്പിക്കാൻ സാധിച്ചു. പകരം വന്നതോ അവരെ കൂടി ശത്രു. ഇതിന് അല്പം ആലോചിച്ചാൽ പോരെ? ബടായി പറയാൻ ആർക്കും സാധിക്കും. കെജ്രിവാൾ നല്ല ബടായി പറഞ്ഞിരുന്നു. ഞാൻ ലോക്പാൽ ബില്ല്, എന്ത് പശുവിൻ പാൽ എന്താണെന്നറിയാത്ത അയാൾ ലോക്പാൽ നടപ്പിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു കാര്യം അറിഞ്ഞിട്ടല്ല. എന്റെ നാട്ടിൽ ഉപ്പുമറ്റമൊക്കെ എടുത്ത് ഓർക്കണം ഒരുത്തണ്ട്. എപ്പോഴും പറയും, ഞാൻ മഹല്ല് സെക്രട്ടറി ആയാൽ ആരെടുത്തൊന്നും പരിസംഖ്യ വാങ്ങൂല. ഓൻക്ക് ഉറപ്പുണ്ടോ അടുത്ത കാലത്തൊന്നും മഹല്ല് സെക്രട്ടറി ആവൂല. പിന്നെ എന്തും പറഞ്ഞൂടെ? അങ്ങനെ SDPIക്ക് പറയാം, സോളിഡാരിറ്റിക്ക് പറയാം. ഞങ്ങൾ കാര്യാൽ ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. കാരണം ഓല് കയറില്ല ഓൾക്ക് ഉറപ്പല്ലേ, പിന്നെന്ത് ഗ്യാസാണ്? സോളിഡാരിറ്റി ഈ ജന്മത്തിൽ അടുത്തെങ്ങാൻ അധികാരത്തിൽ കയറുക. പക്ഷെ അവർക്ക് കൊളമാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിലൊക്കെ നിങ്ങൾ കളിക്കുന്ന കളി ഭാവിയിൽ ലക്ഷദ്വീപ് പോലെ പരിണമിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ദുആ ചെയ്തോ? ഇവർ വിചാരിക്കുന്ന പോലെയല്ല. ഞങ്ങൾക്കിത് നിലനിൽപ്പിന്റെ മാത്രം പ്രശ്നമല്ല, ലീഗിന്റെ നിലനിൽപ്പിന്റെ മാത്രം പ്രശ്നമല്ല, നന്മയുടെ നിലനിൽപ്പിന്റെ കൂടി വിഷയമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇനി ഹജ്ജാജികളോട് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? കാത്തിരുന്ന് കാണാം. ഇനി രാജ്യാന്തര ബന്ധങ്ങൾ എങ്ങനെയാണ്? കാത്തിരുന്ന് കാണാം. ഗൾഫ് രാഷ്ട്രങ്ങളോട് ഇന്ത്യയുടെ നിലപാട് കാത്തിരുന്ന് കാണാം. അത് ഇന്ത്യങ്ങളെയൊക്കെ അളിയന്മാര് നമ്മളെയൊക്കെ ബാധിക്കുന്ന കാര്യം. ഗൾഫ് രാഷ്ട്രങ്ങളുമായുള്ള നിലപാട്
എന്താ ബിജെപിക്ക് ഇതിൽ വ്യക്തമായ അജണ്ടയുണ്ട്. പകരം വന്നവർ പോയവരെ പോലെ ആകൂല. കാര്യം എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളുണ്ടെങ്കിലും മതേതര ചേരിക്കൊരു അന്തസ്സുണ്ട്. ആ അന്തസ്സ് കെടുത്താനാണ് ഈ ആം ആദ്മികളൊക്കെ ഉപകരിച്ചത്. ആ ആം ആദ്മിയുടെ സ്വഭാവം തന്നെയാണ് കേരളത്തിൽ ഈ ദൂസരാജ്ഞകൾ കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ വലിയ പാപക്കറയാണ്, മായ്ച്ചാൽ മായാത്ത പാപക്കറ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ചീക്കോട് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാനുണ്ട്. മുസ്ലിം ലീഗിന്റെ ഈ വിജയത്തിൽ നിങ്ങളെല്ലാവരും പൊതുയോഗത്തിൽ വന്ന് കേട്ട് കൈയടിച്ച് പോവല് മാത്രമല്ല, പടച്ച റബ്ബിനെ ശുക്ർ ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കണം കൂടി എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.